സീറോ മലബാർ സഭയുടെ ഒരു പുത്രൻ കൂടി കത്തോലിക്ക സഭയിൽ കർദിനാൾമാരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുക എന്നത് സഭയ്ക്ക് മുഴുവൻ അഭിമാനവും സന്തോഷവുമാണെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വ്യക്തമാക്കി. മോൺസന്യൂർ ജോർജ് കൂവക്കാടിനെ സഭയുടെ വിശ്വസ്ത പുത്രൻ, ആത്മീയ പിതാവ് എന്നീ നിലകളിൽ മാർപ്പാപ്പ വിശ്വാസമർപ്പിച്ചതുപോലെ കർദിനാൾ എന്ന നിലയിലുള്ള എല്ലാ ശുശ്രൂഷകളും ദൈവാനുഗ്രഹം നിറവുള്ളതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സീറോ മലബാർ സഭയിൽ നിന്ന് 5ാമത്തെ കർദിനാളിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഒരു വൈദികൻ നേരിട്ട് കർദിനാളായി ഉയർത്തപ്പെടുന്നതിൻ്റെ അതുല്യമായ അഭിമാനം കൂടിയാണ് സഭയെ തേടിയെത്തിയത്. വർഷങ്ങളായി അദ്ദേഹവുമായി അടുത്ത പരിചയവും സൗഹൃദവും പുലർത്താൻ അവസരം ലഭിച്ചതായി മാർ തട്ടിൽ ഓർമ്മിപ്പിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മാമ്മൂട് ഇടവകാംഗമായ മോൺസന്യൂർ കൂവക്കാട് 2006 മുതൽ വത്തിക്കാൻ നയതന്ത്ര കാര്യാലയത്തിൽ സേവനം ചെയ്യുന്നു. 2020 മുതൽ മാർപ്പാപ്പയുടെ യാത്രകളുമായി ബന്ധപ്പെട്ട ചുമതലകളുമായി വത്തിക്കാനിൽ ശുശ്രൂഷ ചെയ്തു വരവെയാണ് കർദിനാൾ സ്ഥാനത്തേക്കുള്ള പുതിയ നിയോഗം. അദ്ദേഹത്തിൻ്റെ എല്ലാ നിയോഗങ്ങളിലും ശുശ്രൂഷകളിലും ദൈവാനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. 51 വയസ്സുള്ള മോൺസന്യൂർ കൂവക്കാട്ട് തിരുപ്പട്ട സ്വീകരിച്ച് 20 വർഷങ്ങൾ പിന്നിടുന്നു. ഏവർക്കും പ്രിയപ്പെട്ട വൈദികനാണ് അദ്ദേഹം. മാർപ്പാപ്പയുടെ വിദേശയാത്രകൾ ക്രമീകരിച്ച് അതിന് സൂക്ഷ്മതയോടെ വഴിയൊരുക്കുന്ന വളരെ ഗൗരവമേറിയ ജോലിയാണ് വത്തിക്കാനിൽ അദ്ദേഹം ചെയ്യുന്നത്. ഡിപ്ലോമാറ്റിക് സർവീസിൽ പരിശുദ്ധ പിതാവിന് ഏറ്റവും തൃപ്തികരമായി ഈ ഉദ്യോഗം അദ്ദേഹം നിർവഹിച്ചു വരുമ്പോഴാണ് പുതിയ ഈ നിയമനമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു. സ്ഥാനാരോഹണം ഡിസംബർ 8 നടക്കും. 20 പുതിയ കർദിനാൾമാരെയാണ് വത്തിക്കാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിലെ വത്തിക്കാനാൽ മാർപ്പാപ്പയുടെ ഔദ്യോഗിക സംഘത്തിൽ അംഗമാണ് നിയുക്ത കർദിനാൾ. ചങ്ങനാശ്ശേരി മാമ്മൂട് ലൂർദ് മാതാപള്ളി ഇടവകാംഗമാണ്. സീറോ മലബാർ സഭയിൽ നിന്നുള്ള 2ാമത്തെയും കേരളത്തിൽ നിന്നുള്ള 3ാമത്തെ കർദിനാളും ആണ്. സൺഡേ ശാലോമിൻ്റെ പ്രാർത്ഥനകളും അഭിനന്ദനങ്ങളും.